സംഭാലിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ നടപടിയുമായി യോഗി സർക്കാർ. സംഭാൽ സന്ദർശനത്തിനെത്തിയ സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്യാംലാൽ പാലിനെ യു.പി. പോലീസ് വീട്ടുതടങ്കലിലാക്കി. സന്ദർശനത്തിനെത്തിയ മറ്റ് SP നേതാക്കളെയും പോലീസ് തടഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സമാജ്വാദി പാർട്ടി ധനസഹായം പ്രഖ്യാപിച്ചു. അതേസമയം സംഘർഷ മേഖലയിലെ നിരോധനം ഡിസംബർ 10 വരെ നീട്ടി. സംഭലിലെ സംഘർഷ സ്ഥലം സന്ദർശിക്കാനെത്തുന്ന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. സന്ദർശനത്തിനെത്തിയ സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്യാംലാൽ പാലിനെ യു.പി. പോലീസ് വീട്ടുതടങ്കലിലാക്കി. നേരത്തെയും SP നേതാക്കളുടെ 15-അംഗ സംഘത്തെയും നിരോധനാജ്ഞ മുൻനിർത്തി പോലീസ് തടഞ്ഞിരുന്നു. ജനപ്രതിനിധികൾക്ക് പോലും സന്ദർശന വിലക്ക് തുടർന്ന യോഗി സർക്കാരിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി. BJPയുടെ നിർദ്ദേശമനുസരിച്ച് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യു.പി. പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. പോലീസിന്റെ നടപടി ഭരണഘടനാ ജനാധിപത്യ വിരുദ്ധമാണെന്നും SP നേതാക്കൾ ആരോപിച്ചു. അതേസമയം കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സമാജ്വാദി പാർട്ടി 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ 1 കോടി രൂപ ധനസഹായം നൽകണമെന്നും SP നേതാക്കൾ ആവശ്യപ്പെട്ടു. സർവേ നടപടികൾ തുടരുന്നതിന് വിലക്കേർപ്പെടുത്തിയ സുപ്രീം കോടതിയുടെ ഉത്തരവിനു പിന്നാലെ സംഭലിലെ നിരോധനാജ്ഞ ഡിസംബർ 10 വരെ നീട്ടി. ജനങ്ങൾ സംഘം കൂടി നിൽക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. ദില്ലിയിലെ സർക്കാർ സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചതായി പരാതി. നന്ദാനഗരിയിലെ സർവോദയ ബാൽ സ്കൂളിലാണ് സംഭവം. പരാതിക്ക് പിന്നാലെ ഉന്നതതല അന്വേഷണത്തിന് ദില്ലി മുഖ്യമന്ത്രി അതീഷി മർലേന ഉത്തരവിട്ടു. അഭിഭാഷകൻ അശോക് അഗ്രവാളിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. സ്കൂളിലെ 2 അധ്യാപകർ ഇതര മതസ്ഥരായ വിദ്യാർത്ഥികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു.